നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് നാടൻ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബൺ ബിരിയാണിയാണ്, അല്ലെങ്കിൽ റൊട്ടി ബിരിയാണി. അപ്പം റൊട്ടിയിൽ എങ്ങനെയാണ് ബിരിയാണി നിറയ്ക്കുന്നത് എന്ന് മാത്രം വിശദമായിട്ട് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമുക്കിവിടെ റൊട്ടി ഉണ്ടാക്കണം. റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മൈദപ്പൊടിയാണ് എടുക്കുന്നത്. ഈ കപ്പിന് 2 കപ്പ്. പാകത്തിന് ഉപ്പ്. ഞാൻ ഇവിടെ പേരിന് വേണ്ടി മാത്രം ഉപ്പ് എടുക്കുന്നു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു മയം വരും. ഇനി നമുക്ക് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് നമ്മൾ റൊട്ടിയുടെ അതേ പരുവത്തിന് കുഴച്ചെടുത്താൽ മതി. സ്വല്പം കൂടെ ലൂസായിരിക്കണം. നമുക്ക് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിയുടെ മാവ് റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ ആയിട്ട് വെച്ചേക്കാം. ഇത് ബിരിയാണിയെല്ലാം ആയതിന് ശേഷമാണ് ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് അപ്പോഴും പറഞ്ഞുതരാം. ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ബിരിയാണി അരി ഇതാ ഈ കപ്പിന് 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. പട്ട, ചെറുജീരകം എല്ലാം ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. രണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളകാണ്,
അതേപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊടുക്കാം. നമുക്ക് ചിക്കൻ കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാം. വേരിന് വേണ്ടി അപ്പോൾ വെള്ളം നമ്മളിത് മസാല എല്ലാം കഴുകി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാത്രം വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം. തുറന്നെടുക്കാം. കുരുമുളക് പൊടി ചതച്ചതാണ് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ഗരം മസാലയാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നമ്മുടെ ചിക്കൻ റെഡിയായി. നമുക്ക് ബിരിയാണി എങ്ങനെയാണ് റൊട്ടിയിൽ നിറയ്ക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ റൊട്ടിയുടെ മാവ് റെഡിയായിരിക്കുകയാണ്. നമുക്കിതിനെ 3 തിരിക്കാം. 3 പീസാക്കാം. എടുക്കുക. ഇതേപോലെ നമ്മൾ പൊറോട്ടയുടെ ബോൾ പിടിക്കുന്ന കണക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അകത്തോട്ട് മടക്കി ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ചപ്പിക്കുക. വീണ്ടും ഇതേപോലെ സാധനം ഇതേപോലെ അകത്തോട്ട് മടക്കി. അപ്പോൾ നമുക്ക് റൊട്ടി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഒരു റൊട്ടി റെഡിയായിരിക്കുക. ഞാൻ അവിടെ ബിരിയാണി 3 റൊട്ടിക്കുള്ളിലാക്കാനാണ് ശ്രമിക്കുന്നത്. കണ്ടില്ലേ? നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് എങ്ങനെയാണെന്ന് നിറയ്ക്കുന്നതെന്നും ഒക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കാതില്ല, നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് എണ്ണ തേച്ച് കൊടുക്കാം. കൂടുതൽ വേണ്ട. ഈ എണ്ണ നമുക്ക് ഇതിൻ്റെ ചുറ്റാകെയും ഇതിൻ്റെ കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കും. ഇനി ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൊട്ടി ഇതിൽ ഞാൻ എടുത്ത് വയ്ക്കുന്നതാണ്. നമുക്ക് റൊട്ടി ഇതിലെടുത്ത് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ മടക്കി എടുത്തതാണ്. ഇങ്ങനെ എടുക്കുന്നു. വീണ്ടും ചുറ്റാകെ ഇങ്ങനെ എടുത്ത് മുകളിലോട്ട് കൊണ്ടുവരും. ഉണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് ചോറിടാം.
അതേപോലെ നമ്മുടെ ചിക്കൻ പീസുകൾ വെച്ച് കൊടുക്കാം. ചിക്കൻ പീസുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നടുക്കേ വയ്ക്കാവൂ. വീണ്ടും നമുക്ക് നമ്മളെ ഉള്ളി സവാള ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. മുന്തിരിയും ഡ്രൈ ഫ്രൂട്ടും കൊടുക്കാം. വലിയ ഇലയും പുതിന ഇലയും കൂടെ കട്ട് ചെയ്ത് അത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ബിരിയാണി റൈസ് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ കവർ ചെയ്യാം. ഇങ്ങനെ പിടിക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക, ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എല്ലാ വശത്തു നിന്നും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചു കൈകൊണ്ട് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇല്ല, നമ്മൾ ആൾറെഡി എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ചെറുതീയിൽ ഇത് വെക്കാവോ? നമുക്കിനി അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു തവ എടുത്തിരിക്കുകയാണ്. ഇനി തവയിൽ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടു ഞങ്ങൾക്ക് പയ്യ കിച്ചൻ ചട്ടി മാറ്റാം. കണ്ടില്ലേ? ഇനി നമുക്ക് അല്പം ഓയിൽ ഇവിടെ ഒഴിച്ചു കൊടുക്കാം തവയിൽ. അപ്പോൾ നമുക്ക് പേരിന് വേണ്ടി എണ്ണ കൊടുക്കാം. വളരെ കൂടുതൽ ഒഴിക്കണ്ട, പേരിന് വേണ്ടി മതി. ഇനി ആ ഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടി ബിരിയാണി റെഡിയായി. ഇത് ലോ ഫ്ലെയിമിലേ വയ്ക്കാവൂ. ഇല്ലേ, നല്ല പൊന്തി വന്നിരിക്കുന്നതുണ്ടോ? ഈ റൊട്ടി നമുക്ക് കഴിക്കാൻ പറ്റും. ഇതൊരു 3 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴത്തേക്ക് ആവശ്യം വെന്ത് കിട്ടും. ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റൊട്ടി ബിരിയാണി കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ബിരിയാണി നമുക്ക് വെച്ച് നോക്കാം. നല്ല സൂപ്പറാണ്. ടേസ്റ്റ്. ഈ റൊട്ടി നമുക്ക് കളയണ്ട. റൊട്ടി നല്ലതുപോലെ കഴിച്ചു. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് എൻ്റെ റൊട്ടി ബിരിയാണി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു.